മിസ്റ്റർ ശ്യാം ഇപ്പോൾ വക്കീൽ പണിയൊക്കെ നിർത്തിവെച്ച് പ്രിയതമെ പരിചരിക്കല്ലേ. പിന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നിടത്തൊന്നും പോകണ്ട. നല്ല ആവശ്യമുണ്ട് ഈ അവസ്ഥയിൽ അവിടെ പോയി നിൽക്കാൻ. ഒക്കെ ശ്യാമേട്ടന്റെ ഓരോ വാശികളാ. എന്നിട്ടാണ് വീണ്ടും ഇങ്ങോട്ട് തന്നെ കയറി പോന്നത്. നേരെ അങ്ങ് വീട്ടിലേക്ക് പോന്ന പോരായിരുന്നോ? ഈ ശ്യാമേട്ടന്റെ ഓരോ വാശികള്. ശ്യാമേട്ടൻ ഇവിടെ വന്ന് നിൽക്കാണോ? ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. എന്നെ പറ്റിയായിരിക്കും ചർച്ച. ഏയ്, മിസ്റ്റർ ശ്യാം ഇപ്പോൾ വക്കീൽ പണിയൊക്കെ നിർത്തിവെച്ച് പ്രിയതമെ പരിചരിക്കല്ലേ. അത് ഡോക്ടർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. സമർത്ഥനായ ഒരു വക്കീല് ഭാര്യയ്ക്ക് കാവലിരുന്ന് വെറുതെ ഭാവി കളയരുതെന്ന്. ഭാര്യയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ, കുഞ്ഞിനും കാവലിരിക്കല്ലേ. അതുകൊണ്ടൊന്നും അല്ല ഡോക്ടറെ, തിരക്കിൽ നിന്ന് മാറി നിന്ന് കുറച്ച് വിശ്രമം. വിശ്രമിച്ച് വിശ്രമിച്ച് ഇത് 3-ാം വർഷമാ. കൃത്യമായി മരുന്ന് കഴിക്കണം. സ്ഥിരം കഴിക്കാറുള്ള മെഡിസിൻസ് കുറച്ചിട്ടുണ്ട്. ഞാനിപ്പോ നോർമൽ അല്ലേ ഡോക്ടർ? ഓൾമോസ്റ്റ്. ഐ എം സാറ്റിസ്ഫൈഡ് ഗംഗ. പിന്നെ എങ്കിലും ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നിടത്തൊന്നും പോകണ്ട. ശരി ഡോക്ടർ. ശരി. ഡോക്ടർ എന്താ പറഞ്ഞത്? എന്തു പറയാൻ, ഗംഗയ്ക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കും തോന്നുന്നത്. നല്ല ഹാപ്പി അല്ലേ ഞാൻ? പിന്നെ മുന്നു, ഇങ്ങോട്ട് നോക്കിയേ. ചിറ്റയുടെ മുത്തല്ലേടാ. ഉമ്മ. നോക്ക് നോക്ക്. നീ അഹങ്കാരിയാണോ ചിറ്റയുടെ? നോക്ക്. ഉമ്മ. വാ വന്നേടാ. ഗാദേ, സൂക്ഷിച്ചോണം, അവനെ എടുത്തു ചാടും. ആണോടാ മോനു, നീ ചാടുവോ? അമ്മച്ചി ചുമ്മാ പറഞ്ഞാണോ? അമ്മച്ചിയെ നമുക്ക് മര്യാദ പഠിപ്പിക്കണ്ടേ? ഗിരിപ്പപ്പായ്ക്ക് നല്ല ചുട്ട അടി കൊടുക്കണ്ടേ? ആ വേണം വേണം കേട്ടോ. നീ എന്താ ഗാദേന്ന് നേരത്തെ? ഓ, ക്ലാസ്സിലിരിക്കാൻ ഒരു മൂഡും തോന്നിയില്ല. കട്ട് ചെയ്ത് ഞാനിങ്ങ് പോന്നു. ദേ പെണ്ണെ, എക്സാം എടുത്ത സമയാ. നീ ഇങ്ങനെ ഒഴിപ്പിയാലേ. എന്റെ ശാലുപ്പെണ്ണെ, കൊച്ചുകുട്ടികളോട് പറയുന്നത് പോലെ എന്തിനാ എന്നോട് ഈ ഉപദേശം? ഞാനേ 10-ാം ക്ലാസ്സിലൊന്നും അല്ല, MA ഫൈനൽ ഇയറാ. അല്ലടാ മോനെ, ഒന്ന് പറഞ്ഞു കൊടുക്കടാ കുട്ട നിന്റെ അമ്മച്ചിക്ക്. ഒന്നും അറിയില്ല അല്ലേ? അതെ അതെ, ഒടുവിൽ ആ പേപ്പർ കിട്ടിയില്ല, ഈ പേപ്പർ കിട്ടിയില്ല എന്നൊന്നും പരാതി പറയരുത്. അങ്ങനൊരു സംഭവം ഇന്നേ വരെ ഈ ഗാഥയുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഇനിയൊട്ട് സംഭവിക്കാനും പോകുന്നില്ല എന്ന് ഞാൻ ഊന്നി ഊന്നി പ്രഖ്യാപിക്കുകയാണ്. കഴിക്കാൻ വല്ലതും തരൂ ശ്രീമതി, നല്ല വിശപ്പാ. നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീമതി മാധു അടുക്കളയിലുണ്ട്. ചെന്ന് ആവശ്യമുള്ളത് വാങ്ങി കഴിച്ചോ. മോൻ ഇവിടെ ഇരുന്നോട്ടോ. ഗംഗേച്ചിയുടെ വിശേഷം വല്ലതും അറിഞ്ഞോ ചേച്ചി? വിളിക്കോ മറ്റോ ചെയ്തോ? ശ്യാമേട്ടൻ വിളിച്ചിരുന്നു. ഇന്ന് കാലത്ത് ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. വല്ല ആവശ്യമുണ്ട് ഈ അവസ്ഥയിൽ അവിടെ പോയി നിൽക്കാൻ? ഒക്കെ ശ്യാമേട്ടന്റെ ഓരോ വാശികളാ. നമുക്കൊന്ന് അവിടെ വരെ പോയാലോ ശാലു ചേച്ചി? നിനക്ക് വിശക്കുന്നു പറഞ്ഞില്ലേ, വല്ലതും കഴിക്ക്. അപ്പോഴേക്കും ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരാം. ഓ, ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് വല്ലതും കഴിക്കാം. ഗംഗേച്ചിയുടെ കൈപ്പുണ്ണി അറിഞ്ഞിട്ടും കുറെ കാലം ആയല്ലോ. എങ്കിൽ നീ ആ മുന്നൂനെ ഒന്ന് ഒരുക്ക്. ഉടുപ്പ് ദാ സെറ്റിയിൽ കിടപ്പുണ്ട്. നമുക്ക് ഒരുങ്ങാം. വാ 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 വാ, ഗംഗേന്റെ കാണാൻ പോ. എനിക്കിട്ടോ മുമ്പ് ഡ്രസ്സ് മാറ്റി.
നിങ്ങളെപ്പോഴാ വന്നത്? എന്റെ ശ്യാമേട്ടാ, ഞങ്ങളിവിടെ വന്ന് കുറ്റിയടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളോളം ആയി. വേറെ ഇറങ്ങിയില്ലാന്നേ ഉള്ളൂ. ആ വാടാ മോനെ. വേണ്ട ഗംഗേച്ചി, അവൻ അടങ്ങിയിരിക്കില്ല, ചവിട്ടും. ഓ മോനെ, ആന്റിയുടെ വയറ്റ് ചവിട്ടല്ലേടാ. കുഞ്ഞു അവയ്ക്ക് നോവില്ലേ? അതൊന്നുമില്ല അല്ലടാ മോനെ, അവൻ ആന്റി ചവിട്ടത്തില്ല. മോനെന്താ ഒന്നും പറയാത്തെ? ഇവ ഒന്നും പറയത്തില്ലേ? എന്താടാ? വാ. അവനെങ്കിൽ തന്നെ ഞാനൊന്ന് എടുക്കട്ടെ. ആ ആ, ആ ഡോക്ടർ എന്ത് പറഞ്ഞു ചേച്ചി? കുഴപ്പമൊന്നുമില്ല, മാക്സിമം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് വീണ്ടും ഇങ്ങോട്ട് തന്നെ കയറി പോന്നത്. നേരെ അങ്ങ് വീട്ടിലേക്ക് പോന്ന പോരായിരുന്നോ? ഈ ശ്യാമേട്ടന്റെ ഓരോ വാശികള്. ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ലെന്ന്. ഒരുമാതിരി കോംപ്ലക്സ് ആയത്. ശ്യാമേട്ടൻ പറയുന്നതിലും കാര്യമില്ല ശാലു. എന്ത് കാര്യം? മുമ്പായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. എന്നാ ഇപ്പോഴത്തെ സ്ഥിതി അതാണോ? ഒരു സഹായത്തിന് പോലും ആരുമില്ലാതെ ഗംഗേച്ചി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കല്ലല്ലോ ശാലു, ശ്യാമേട്ടനില്ലേ? പിന്നെ രാവിലെ ഒരു സ്ത്രീ വന്ന് ജോലിയെല്ലാം ചെയ്യും, വൈകുന്നേരം അവര് വരും. ഓ പിന്നെ അത് വലിയ കാര്യമായിപ്പോയി. അവിടെയാണെങ്കിൽ കഞ്ചനാമ ബോംബെ ടൂറിന് പോയിട്ട് ഇനിയും മടങ്ങി വന്നിട്ടില്ല. അവിടുത്തെ കാര്യങ്ങളെല്ലാം മാധുവിനെ മാത്രം ഏൽപ്പിച്ചിട്ട് വരുന്നത് എങ്ങനെയാ? ഇല്ലെങ്കിൽ ഞാനും കൂടി ഇവിടെ വന്ന് നിന്നേനെ. അതൊന്നും വേണ്ട ശാലു, അവിടെ ഗിരിയുടെ അച്ഛന്റെയും കാര്യങ്ങളൊക്കെ ആകെ കുഴയും. പിന്നെ കുഞ്ഞിനെ നോക്കുന്ന തന്നെ ഒരു വലിയ കാര്യമല്ലേ? വാ. ശ്യാമേട്ടാ, ഈ ദോശ ആർക്കെങ്കിലും വെച്ചിരുന്നതാണോ? നല്ല വിശപ്പ്. എന്തായാലും ഞാനത് തിന്നാൻ പോവാ. അതിനെന്താ, കഴിച്ചോ. ഗംഗേച്ചിയുടെ കൈ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് കാലം കുറയായി. എന്താ ഒരു ടേസ്റ്റ്. അത് ഞാൻ ഉണ്ടാക്കിയതല്ല, ശ്യാമേട്ടന്റെ പാചകമാ. ഓ വാട്ട് എ വണ്ടർ, സോ ടേസ്റ്റി. നള പാചകം. പക്ഷേ ഒരേ ബ്ലഡ് ആയിട്ടും ഇവിടെ മറ്റു ചിലർക്ക് എന്താ ശ്യാമേട്ട ഈ കൈപുണ്യം കിട്ടാതെ പോയത്? നീ അങ്ങ് വാ. എടുത്തു പഠിച്ചോ, ഒരു ട്രെയിനിങ് ആയിക്കോട്ടെ. ഇങ്ങോട്ട് നോക്കടാ. അയ്യോ, ദാ ഇവ പണി പറ്റി. എന്തുവാടാ ഇത്? സ്നേഹമുള്ളവരുടെ കൈ ചെല്ലുമ്പോഴാ കുട്ടികൾ മുള്ളുന്നെന്ന് ആ പറയാം. അത് നന്നായി. ചുമ്മാ അതല്ല ഇത്രയും നേരം ശാലുവച്ചിയുടെ കയ്യിലിരുന്നിട്ടും കുഞ്ഞുമ്മ മുള്ളാതിരുന്നത്. എടി നിന്നെ ഇന്ന് ഞാൻ. മോനെ ഗീത, ഞാൻ അവന്റെ ഡ്രസ് മാറ്റാം. ചെല്ലേ വാ, നമുക്ക് പോയി വേറെ ഉടുപ്പൊക്കെ ഇട്ട്. ഗംഗേച്ചി നല്ല ടയേർഡാണെന്ന് തോന്നുന്നു. വയറ്റുപൊങ്കാലം നടത്തി എത്രയും പെട്ടെന്ന് ഗംഗേച്ചിയെ അങ്ങ് വീട്ടിൽ കൊണ്ടുവന്നാക്കണം. ഈ സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കാക്കുന്നത് ശരിയല്ല. ഇതുപോലുള്ള അവസരങ്ങളില വീട്ടിലെ അമ്മമാരുടെ വില കൂടുതൽ അറിയുന്നത്, അല്ലേ ഏട്ടാ? ഗംഗേച്ചിക്കുള്ളിൽ നല്ല വിഷമമുണ്ട്. ഒന്നും പുറത്തു കാണിക്കാത്തതാ പാവം. അങ്കിളൊന്ന് വന്നോട്ടെ ശാലു. ചടങ്ങുകളൊന്നും നടത്തിയില്ലെങ്കിലും ഗംഗയെ എത്രയും പെട്ടെന്ന് അവിടെ ആക്കണമെന്നാ എന്റെ ആഗ്രഹം. ഡോക്ടർ പ്രത്യേകിച്ച് എന്തെങ്കിലും? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്നാലും സൂക്ഷിക്കണേ ഏട്ടാ. ഏഴുമണിക്കുള്ള TV ന്യൂസ് കണ്ടോ മാധവേട്ട? ഇല്ല, എന്താ വിശേഷിച്ച്? ഞങ്ങളുടെ സംഘടനയുടെ സർക്കുലർ ന്യൂസുകാർക്ക് കൊടുത്തിരുന്നു. അത് വാർത്തയെ പറഞ്ഞോന്നറിയാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഒരു സർക്കുലർ ഞങ്ങളുടെ ടേബിളിൽ കിട്ടിയിട്ടില്ലല്ലോ. പത്രക്കാർക്കൊക്കെ നാളെ. ഓഹോ, അത് ശരി. പത്രക്കാർക്ക് നാളെ ഉള്ളൂ അല്ലേ? ദൃശ്യമാധ്യമങ്ങൾ വന്നതോടുകൂടി പാവപ്പെട്ട പത്രക്കാരെ തഴഞ്ഞു. ഇപ്പോൾ ഓണം തൊട്ട് മരണം വരെ TV ലൈവല്ലേ? TV ആണല്ലോ പത്രത്തെക്കാൾ ജനങ്ങളുമായി അടുത്തു നിൽക്കുന്നത്. ഹോ, ഇന്നത്തെ ദിവസം എന്റെ മാധവേട്ട ആകെ ടയേർഡായി പോയി. ഇപ്പോഴാ ഒന്ന് ഇരുന്നത് തന്നെ. ഉച്ചവരെ കോടതിയിൽ ഒരേ നിൽപ്പായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷൻ, അത് കഴിഞ്ഞ് ക്ലിഫ് ഹൗസ്.
CM നേരിൽ കണ്ട് നിവേദനം കൊടുക്കാൻ പോയി. അങ്ങനെ ആകെ തിരക്കായിരുന്നു. അപ്പോഴിന്ന് അത്താഴത്തിനൊന്നുമില്ല. ഏയ്, ഞാൻ നല്ല ചൂട് മസാലദോശ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് ലെറ്റർ ഒന്നുമില്ലേ? ഓ, ഞാനതങ്ങ് മറന്നു. ബോക്സ് തുറന്നു നോക്കിയില്ല. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആ, മാധവേട്ടന് ഒരു കത്തേ ഉള്ളൂ. ദിനംപ്രതി എത്ര കത്തുകളാ മാഡത്തിന് കിട്ടുന്നത്? ഇത്രയും പേര് കേട്ട ഒരാളുടെ ഭർത്താവായി കഴിയുന്നതിൽ ഞാൻ ഭാഗ്യവാനാണോ? ഇങ്ങനെ മൃദുലമായ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാളുടെ സഹധർമ്മിണി ആയതിൽ ഞാനും ഭാഗ്യവതിയാണ്. ആ, അതാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഇന്നും ആ പെൺകുട്ടിയുടെ കത്തുണ്ട്. ഏത് പെൺകുട്ടിയുടെ? സ്ഥിരമായി കത്തുകൾ എഴുതുന്ന ഗംഗ എന്ന പെൺകുട്ടിയെ പറ്റി പറഞ്ഞിട്ടില്ലേ? എന്താടോ, കാര്യമായിട്ട് വല്ലതും കുറിച്ചിട്ടുണ്ടോ? ഇത്തവണ അഭിനന്ദനമാ. കഴിഞ്ഞ ആഴ്ചത്തെ കവിത വായിച്ചു അത്രേ. ആളൊരു സെന്റിമെന്റൽ ടൈപ്പാ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് തനിക്ക് എങ്ങനെ അറിയാം? കത്ത് വായിച്ചപ്പോ മനസ്സിലായി. താൻ ഇതിനെങ്കിലും ഒരു മറുപടി അയക്കോ? വരുന്ന കത്തുകൾക്കൊക്കെ മറുപടി അയക്കാൻ നിന്നാലേ അതിനെ സമയം കിട്ടൂ. ആ, ഇത്തവണ ഗംഗയുടെ കത്തിന് മറുപടി അയക്കാം. എനിക്ക് വിശക്കുന്നു മാധവേട്ട, വാ നമുക്ക് വല്ലതും കഴിക്കാം. ആ, എന്തുപറ്റി? അകത്ത് പോയി കിടക്കണോ? വേണ്ട ശ്യാമേട്ടാ, ഇവിടെ ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമുണ്ട്. നല്ല കാറ്റും. ഗംഗ, ദാ അങ്കിള് വരുന്നുണ്ട്. എവിടെ? ദാ വരൂ. അച്ഛാ, ഇരിക്കെങ്കില്. ഇരിക്കച്ചാ. മോളാകെ ക്ഷീണിതയാണെന്നും ഉടനെ ഞാൻ വന്ന് കണ്ടില്ലെങ്കിൽ ഇവിടെന്തോ ഭൂകമ്പം ഉണ്ടാവുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവളുമാരവിടെ വന്ന് കിടന്ന് ബഹളം കൂട്ടിയപ്പോ ഞാനാകെ ഭയന്നു പോയിടോ ശ്യാമേ. എന്നിട്ട് ഇതാ ഇരിക്കുന്ന കണ്ടില്ലേ? മുമ്പത്തേക്കാൾ സ്മാർട്ടല്ലേ എൻ്റെ മോള്? കേട്ടോ ശ്യാം, നമ്മുടെ പട്ടമഹിഷിയില്ലേ, നാട് വിട്ടുപോയ കഞ്ചന കുൽക്കർണി, ദേ മടങ്ങി വരാൻ പോകുന്നു. ഓഹോ, ഉള്ളതാണോ അച്ഛാ? യെസ്, ഇന്ന് രാവിലെ ആ ദിവ്യ സന്ദേശം ഉണ്ടായിരുന്നു. കഞ്ചനമ്മയ്ക്ക് അല്ലെങ്കിലും അങ്ങനെയാ. ഇക്കരെ നിൽക്കുമ്പോ തോന്നും അക്കരെയാ പച്ചയെന്ന്. Right. അക്കരെ ചെല്ലുമ്പോഴോ വീണ്ടും ഇക്കരെ പച്ച. റൈറ്റ് റൈറ്റ്. അല്ല അങ്കിൾ എങ്ങനെ വന്നത്? ബസ്സില്. പിന്നെ ആ ജംഗ്ഷനിൽ നിന്ന് ഇവിടെ വരെ നടന്നു. ഈ വയ്യാത്ത കാലം വെച്ചോണ്ട് എന്തിനാ അച്ഛാ ബസ്സിലെ തിരക്കിലൊക്കെ കയറി വന്നത്? ആ ജംഗ്ഷനിൽ നിന്നെങ്കിലും ഒരു ഓട്ടോ പിടിച്ച് വരായിരുന്നില്ലേ? എന്തിനാ മോളെ, എൻ്റെ കാലിനൊന്നും ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ല. പിന്നെ കുറച്ച് കട്ട തേഞ്ഞിട്ടുണ്ടെന്നല്ലാതെ മൈലേജിന് വലിയ കുറവൊന്നും വന്നിട്ടില്ല. പോരാത്തതിന് ഇപ്പോൾ ഒരു സ്റ്റെപ്പിനെയും കരുതിയിട്ടുണ്ട്. സ്റ്റെപ്പിനെയോ? വാക്കിംഗ് സ്റ്റിക്കേ, അതിന്ന് ഞാൻ എടുത്തിട്ടില്ല. ഓ, അറ്റ്ലീസ്റ്റ് ഗിരിയുടെ വണ്ടിയെങ്കിലും എടുത്തോണ്ട് പോരായിരുന്നില്ല നിങ്ങള്? ആ, അവിടെയാ കുഴപ്പം. കണ്ണിന്റെ ഹെഡ്ലൈറ്റ് മാത്രം പഴയതുപോലെ പവർഫുൾ അല്ല ശ്യാം. വല്ലവന്റെ നെഞ്ചത്ത് കയറ്റും. എന്തിനാ വെറുതെ അങ്ങനെ ഒരു വയ്യാവേലി എന്ന് വിചാരിച്ചിട്ടാ. അച്ഛന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഇനി ഇരിക്കുന്നതും കുടിക്കുന്നതും എല്ലാം വീട്ടിൽ ചെന്നിട്ട്. രണ്ടാളും വേഗം റെഡി ആയിക്കോ, നമ്മളിപ്പൊ തന്നെ പോകുന്നു. അല്ല അങ്കിളെ, അത്